സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും അതുപോലെ കപടവും ഇല്ലാത്തതുമാകുന്നു. നാം എല്ലാവരും ജ്ഞാനം ആവശ്യമാണ്. എനിക്ക് നല്ല ജ്ഞാനമില്ല എന്ന് പറയാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം ഇല്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കൂ. നമ്മൾ വിചാരിക്കുന്നത് ജ്ഞാനമെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കണക്ക് കൂട്ടാൻ കഴിയുന്നതാണ്, നല്ലവണ്ണം പഠിക്കുവാൻ കഴിയുന്നതാണ്, നല്ല ഉത്തരങ്ങൾ എഴുതുവാൻ കഴിയുന്നതാണ്, ഉന്നതമായ സ്ഥാനത്തിൽ എത്തുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതാണ് എന്നൊക്കെ നാം വിചാരിക്കാറുണ്ട്. എന്നാൽ ഉയരത്തിൽ നിന്നും വരുന്നതായ ജ്ഞാനം, ദൈവം നൽകുന്നതായ ജ്ഞാനം എത്ര വിലയേറിയതാണ് എന്ന്, എത്ര ശ്രേഷ്ഠമായതാണ് എന്ന്, എത്ര പ്രത്യേകതയുള്ളതാണെന്ന് നമ്മളിൽ ചിലർക്കും മനസ്സിലാകുന്നതേയില്ല. ഈ ജ്ഞാനം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അനുദിനമുള്ള അവരുടെ കാര്യങ്ങളിൽ നാം ജ്ഞാനമുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവീയ ജ്ഞാനം നാം ഓരോരുത്തരും പ്രാപിക്കണം. ഓരോ വ്യക്തികളും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ ഓരോരോ പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട്. ഓരോ നിമിഷവും ഏതെങ്കിലും ഒരു പരീക്ഷണം, ഏതെങ്കിലും ഒരു പോരാട്ടം അവരിൽ വരുമ്പോൾ രണ്ട് ചിന്തകൾ അവർക്കുണ്ടാകുന്ന സമയത്ത് ഇതാണോ അതാണോ, ഇങ്ങോട്ട് പോകണമോ അങ്ങോട്ട് പോകണമോ, ഇത് ചെയ്യണമോ അത് ചെയ്യണമോ, കഴിക്കണമോ വേണ്ടയോ, വാങ്ങണമോ വേണ്ടയോ, സംസാരിക്കണമോ മിണ്ടാതിരിക്കണമോ, ഇവിടെ നിന്ന് ഓടിപ്പോകണമോ അതോ എതിർത്ത് അവരോട് പോരാടണമോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രാവിലെ മുതൽ കിടക്കുന്ന സമയം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലർക്ക് നേരം വെളുക്കം മുതൽ തന്നെ എന്തായിത്തീരുമോ, ഇന്നെന്താണ് സംഭവിക്കുന്നത് അറിയില്ല, ഇന്നെന്താണോ പ്രശ്നം വരാൻ പോകുന്നത്, ഇന്നാരെയാണോ നേരിടാൻ പോകേണ്ടത്, ഇന്നാരോടെങ്കിലും വഴക്കിടേണ്ടി വരുമോ, എന്താണ് അവർ വെപ്രാളപ്പെട്ടാണ് ജീവിക്കുന്നത്. ചില ആളുകൾ അവരുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, ഇവനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇവനോട് സംസാരിച്ചാൽ എങ്ങനെ വിചാരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവരോട് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നവർക്ക് അറിയുന്നേയില്ല. ഇതൊരു പോരാട്ടമാണ്. പ്രധാനമായും നാം വിശ്വാസികളാണെങ്കിൽ, നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ നല്ല മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്നതിനായി, നല്ല വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതിനായി, വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിനായി നീ നല്ല ജാഗ്രതയുള്ളവനായി ഇരിക്കേണ്ടതിന് എപ്പോഴും നിനക്ക് ദൈവം അപ്പപ്പോൾ നൽകേണ്ട ജ്ഞാനം ആവശ്യമാണ്. അജ്ഞാനത്തിൽ കൂടെ അനേകം മനുഷ്യർ പാപത്തിൽ വീണു പോകാറുണ്ട്, കെണിയിൽ വീണു പോകാറുണ്ട്, ക്ലേശത്തിൽ അകപ്പെടാറുണ്ട്, വഞ്ചിക്കപ്പെടാറുണ്ട്, നാശത്തിൽ വീണു പോകാറുണ്ട്, കഷ്ടങ്ങൾ വരുത്തി വെക്കാറുണ്ടെന്ന് കേട്ടിട്ടില്ലേ? കഷ്ടങ്ങൾ വില കൊടുത്തു വാങ്ങാറുണ്ട് അനാവശ്യമായിട്ട്. എന്തുകൊണ്ടാണ്? ജ്ഞാനമില്ലാത്തത് കൊണ്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേരാണ് ജ്ഞാനം. യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേര് എന്താണ്? അവൻ സ്നേഹമുള്ള ദൈവമാണ്. അതേപോലെ തന്നെ അവൻ ജ്ഞാനം വീഥികളിൽ വിളിച്ചു പറയുന്നു, എങ്കിലും ആരും അവനെ പരിഗണിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നാലും, എങ്ങനെയുള്ള രോഗിയെ കൊണ്ടുവന്നാലും, എങ്ങനെയുള്ള പ്രശ്നം കൊണ്ടുവന്നാലും അവൻ എങ്ങനെ മറുപടി കൊടുക്കുമെന്നറിയാമോ? ഒരുത്തൻ വന്നിട്ട് ചോദിക്കുന്നു, കൈസർക്ക് നികുതി കൊടുക്കണമോ വേണ്ടയോ? കൊടുക്കാൻ പറഞ്ഞാൽ സ്തോത്രകാഴ്ച കൊടുക്കാതിരിക്കാമല്ലോ എന്ന്, വേണ്ട എന്ന് പറഞ്ഞാൽ അത് പറയാൻ നീ ആരാണെന്ന് ചോദിക്കാൻ. എന്നാൽ കർത്താവ് എന്തു പറഞ്ഞെന്നറിയാമോ? ഒരു നാണയം കൊണ്ടുവരൂ, ഒരു നാണയം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആരുടെ ചിത്രം അതിൽ കാണുന്നു എന്ന് ചോദിച്ചു. ആ കാലത്ത് നാണയമായിരുന്നു, ഇപ്പോൾ നോട്ടുകളാണ്. ഒരു നാണയം കൊണ്ടുവരൂ മകനെ എന്ന് പറഞ്ഞു. നാണയത്തിന്മേൽ ആരുടെ പടമുണ്ടെന്ന് നോക്കിയപ്പോൾ കൈസറിന്റെ പടമുണ്ട്. കൈസറിന്റെ പടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൈസറിനുള്ളത് കൈസർക്ക് കൊടുക്കൂ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കൂ, കൈസർക്കുള്ളത് കൈസറിന് കൊടുക്കൂ. പിന്നെ അവർ ഒന്നും മിണ്ടിയില്ല. നീ ഏത് അധികാരത്തോടെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? നീ ഏത് അധികാരത്തോടു കൂടിയാണ് ദേവാലയത്തിൽ വന്ന് ഉപദേശിക്കുന്നത്?
എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് ചോദ്യം ചെയ്തപ്പോൾ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ ആരുടെ അധികാരത്തിലാണ് സ്നാനപ്പെടുത്തിയതെന്ന് ചോദിച്ചു. അത് ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവിൽ കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്താൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ ഒന്നും മിണ്ടാതെ തന്നെ തിരിച്ചു പോയത്. വ്യഭിചാരിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് കർത്താവിന് മുൻപിൽ നിർത്തി. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. എന്നാൽ നീ ഈ വിഷയത്തിൽ എന്തു പറയുന്നു? കൊല്ലാൻ പറഞ്ഞാൽ പറയും നീ സ്നേഹമില്ലാത്ത ദൈവമാണോ എന്ന്. കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പ്രമാണം തെറ്റിക്കുകയല്ലേ എന്ന് ചോദിക്കും. വിട്ടുകളയാൻ പറഞ്ഞാൽ നീ ആരാ, നീതിയുള്ള ദൈവമാണോ? അങ്ങനെ വിട്ടുകളയാൻ മാത്രം നിനക്ക് എന്താണ് അധികാരമെന്ന് ചോദിക്കും. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മെ കെണിയിൽ അകപ്പെടുത്തുന്നതിന് പലപ്പോഴും നമ്മളെ ചോദ്യം ചെയ്യാറുണ്ട്. അനേകം ആളുകൾ നമ്മെ കുരുക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പിശാചിന്റെ ഒരു പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ്, നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുക. ഹവയുടെ അടുക്കൽ ചെന്നിട്ട് എന്താണ് ചോദിച്ചത്? യഥാർത്ഥമായി ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞോ? ഇത് വാസ്തവമാണോ? എന്താണ്? ഞാൻ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആദാമിനോട് ചോദിച്ചിട്ട് വന്നിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്തുപറ്റി? ആശയക്കുഴപ്പത്തിലായി തനിക്ക് തോന്നിയ ഒരു ഉത്തരം പറഞ്ഞതുകൊണ്ട് എന്തു പറഞ്ഞെന്നറിയാമോ? ദൈവം പറഞ്ഞത് തിന്നരുത്, അതുപോലെ അത് തൊടുക പോലും അരുത് എന്ന്. ദൈവം തുടരുതെന്ന് പറഞ്ഞുവോ? എങ്ങനെയാണ്? ചില ആളുകൾക്ക് അതിബുദ്ധി ഉണ്ടെന്ന് പറയും. എങ്ങനെയുള്ളതാണ്? സാധാരണ ബുദ്ധിയല്ല, എങ്ങനെയുള്ളതാണ്? അതിബുദ്ധി. എന്നാൽ അതിബുദ്ധി അവർക്ക് അവസാനം നാശമായി തീർന്നു. ഓരോ ദിവസവും മനുഷ്യൻ ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കണമെങ്കിൽ, ചെയ്യുന്ന കാര്യം സാധിക്കണമെങ്കിൽ, ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ, ശരിയായതായ ജീവിതം ജീവിച്ച് ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവരായ ജീവിതം നയിക്കണമെങ്കിൽ നമുക്കതിന് വേണ്ടത് പണമല്ല. പണമുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ചിലർ വിചാരിക്കാറുണ്ട്. ഒരു മനുഷ്യന് 1 കോടി രൂപ നിങ്ങൾ കൊടുത്തു നോക്കൂ. 6 മാസത്തിനുള്ളിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ചില ആളുകൾക്ക് 3 മാസം മതി. അതൊക്കെ ചിലവാക്കാൻ കുറച്ച് ദിവസങ്ങൾ മതി. സമ്പാദിക്കുവാൻ ജീവിതാവസാനം വരെ കഷ്ടപ്പെടണം. എന്നാൽ ചിലവാക്കുന്നതിന് വേണ്ടി 3 ദിവസം മതി. പണമല്ല നമുക്ക് ജ്ഞാനം നൽകുന്നത്. പണമുള്ളവന് ജ്ഞാനമില്ലെങ്കിൽ അവൻ ദരിദ്രനായി തീരും. ഈ ലോകത്തിൽ ഉള്ളതായ അനേക കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് പുസ്തകങ്ങൾ വായിച്ചാൽ മതി. പരീക്ഷണങ്ങൾ നടത്തി, PhD എടുത്ത് അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തി അനേക കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ പഠിച്ച് അവസാനം പല്ലുകൊഴിഞ്ഞ് തല നിറച്ച് ആരോഗ്യമില്ലാത്തവനായി മാറുന്നു. അയാൾ ചെയ്തതായ ഗവേഷണം കൊണ്ട് അയാൾക്ക് ഒരു പ്രയോജനവും ഇല്ലാതെ പോകുന്നു. ജ്ഞാനം, ഈ ലോകം നൽകുന്നതായ ജ്ഞാനം വേറെയാണ്, ദൈവം നൽകുന്ന ജ്ഞാനം വേറെയാണ്. നമുക്ക് വായിക്കാം 14 വാക്യം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. നോക്കൂ, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അല്ല. നോക്കൂ, ഭൗമികവും അതുപോലെ പ്രാകൃതവും പൈശാചികവും ആയതത്രേ. അയ്യോ, എന്തൊരു ജ്ഞാനമെന്നാണ്? പൈശാചികമായ ജ്ഞാനമെന്ന്. ഒരു മനുഷ്യനെ എങ്ങനെ തകർത്ത് കളയണം, ഒരു മനുഷ്യനെ എങ്ങനെ വഞ്ചിക്കണം, ഒരു മനുഷ്യന്റെ അടുക്കൽ എങ്ങനെ വിശ്വാസം കൈയടക്കണം, അവനെ എങ്ങനെ പറ്റിക്കണം, കോപത്തോടുകൂടി ദേഷ്യത്തോടുകൂടി എങ്ങനെ ജയിക്കുവാൻ കഴിയും, എങ്ങനെ തകർക്കുവാൻ കഴിയും എന്നുള്ള ജ്ഞാനം. അതായത് 16 വാക്യം പറയുന്നത് പോലെ വായിക്കുന്നു. ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അയ്യയ്യോ, ലോകത്ത് വളരെ ജ്ഞാനം കൊണ്ട് ആളുകൾ നിറയുന്നുവെന്ന് പറയുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദുഷ്കാര്യങ്ങൾ ധാരാളമായി മാറുന്നു, വിവാദങ്ങൾ കൂടിപ്പോകുന്നു, കലഹങ്ങൾ വർദ്ധിച്ചു വരുന്നു. കലഹങ്ങൾ ആരെയാണ് തോൽപ്പിക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, ആരെ എങ്ങനെ തോൽപ്പിക്കുവാൻ കഴിയും, ആരാണ് ജയിക്കുന്നത്, എങ്ങനെ തകർക്കാൻ കഴിയും, ഡിബേറ്റുകൾ നടത്തുന്നു. ന്യൂസ് അവേഴ്സുകൾ നോക്കൂ. നേരത്തെ ന്യൂസ് അവേഴ്സുകൾ വാർത്തകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ന്യൂസ് അവേഴ്സിൽ എന്താണ് നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ബഹളമുണ്ടാക്കുകയും നമുക്ക് ന്യൂസ് ഒന്നും കേൾക്കാനും കഴിയുകയില്ല. ബഹളമുണ്ടാക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതിന്റെ എല്ലാം അവസാനം എന്താണ് സംഭവിക്കുന്നത്? എല്ലാം ബഹളം കഴിഞ്ഞിട്ട് ശേഷവും ഒന്നും തീരുമാനമാകുന്നില്ല. ദുഷിച്ച കാര്യങ്ങൾ, ഹീനമായ കാര്യങ്ങൾ, റോഡിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഒരാളെ മറ്റൊരാളെ എതിർത്ത് സംസാരിക്കുന്നു. ഒരാളെ സംസാരിച്ച് വായടപ്പിച്ചാൽ അത്രമാത്രം ജ്ഞാനമുണ്ടെന്ന് വിചാരിക്കും. എതിർ വ്യക്തിയെ വായടപ്പിച്ചാൽ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, വായടച്ചാൽ അവനാണ് ജ്ഞാനി. ആരാണ് ജ്ഞാനി?
വാക്കുപെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. വിവേകം ഉള്ളവനോ, ശ്രദ്ധിക്കൂ, മിണ്ടാതെയിരിക്കുന്നു. മൗനമായിരിക്കുന്നതാണോ സംസാരിക്കുന്നതാണോ ഈസി? പറയൂ. ശ്രദ്ധിക്കൂ, നമ്മെ ആരെങ്കിലും നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത്, അപമാനിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ മൗനമായിരിക്കുന്നതാണോ എളുപ്പം, എതിർത്ത് സംസാരിക്കുന്നതാണോ എളുപ്പം? എന്നെ കുറ്റം പറഞ്ഞു, എതിർത്ത് സംസാരിച്ചു, എനിക്കപ്പോൾ കോപം വന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ നമുക്കറിയാം. അതാണ് ലോകത്തിലെ ജ്ഞാനം. എന്നാൽ അത് ഒച്ചവയ്ക്കുന്നതല്ല. എത്ര വലുതാ നിനക്ക് മറുപടി പറയാൻ കഴിയും എന്നതുള്ളതല്ല. ഇത് ലോകത്തിന്റെ ജ്ഞാനമാണ്. ഇത് പിശാച് നൽകുന്ന ജ്ഞാനമാണ്. ഈ ലോകത്തിലുള്ളത് ചതിയും വഞ്ചനയുമാണ്. അറിയാമോ, ചില സമയത്ത് ഇവർ ചെയ്യുന്ന പാപകാര്യങ്ങൾ മറച്ചുവെക്കാൻ ബലാത്സംഗം ചെയ്തിട്ട് പെൺകുട്ടിയെ പെട്രോൾ അടിച്ച് കത്തിച്ചാൽ അത് വലിയ ജ്ഞാനമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ആരും അറിയാതെ ചെയ്തുവെന്ന് അവർ വിചാരിക്കുന്നു. പിടിക്കപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ നിന്നയും അപമാനവും മരണശിക്ഷയും വരുമെന്നറിയില്ല. മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ കേൾക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കൂ. അത് ഏത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം എനിക്ക് നൽകണമേ. എങ്കിൽ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ഒന്നാമതായി വിശുദ്ധമായതാണ്. എങ്ങനെയുള്ളതാണ്? വിശുദ്ധമായ ജ്ഞാനമാണ്. ഇതിൽ കപടമില്ല, ഇതിൽ യുക്തിയില്ല, മാലിന്യം ഇല്ല, ഇതിൽ സ്വാർത്ഥതയില്ല. ഇത് ലോകസംബന്ധമായ ജഡപ്രകാരമായ ഇച്ഛകളോട് കൂടിയതല്ല. ഒന്നാമതായി വിശുദ്ധമായത്. പിന്നീട് സമാധാനകരമായത്. ആരാണോ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായിരിക്കുന്നത് അവർ സമാധാനത്തെ അന്വേഷിക്കുമെന്ന്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കാത്തവർ ഭാഗ്യവാന്മാർ, അവർ പിശാചിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അത് തന്നെയല്ലേ എൻ്റെ ഓപ്പോസിറ്റ്? ശരിയല്ലേ? നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ചെല്ലുമ്പോൾ സമാധാനം ഉണ്ടാക്കുന്നുവോ അതോ അവരുടെ ഇടയിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്നുവോ? രണ്ടുപേരുടെയും മധ്യയിൽ ചെന്നിട്ട് ഐക്യതയോടെ നിർത്താൻ ശ്രമിക്കുന്നുവോ അതോ രണ്ടുപേരുടെയും ഇടയിൽ ചെന്ന് അവരെ ഭിന്നിപ്പിച്ചിട്ട് വേർതിരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവോ? എത്രയോ ആളുകൾ ഈ ദിവസം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ യുക്തി പറഞ്ഞിട്ട് കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ച ആൾ വിശുദ്ധിയോടുകൂടി തന്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. അവൻ സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. അവൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ ശ്രമിക്കും. അവരുടെ ഇടയിൽ സമാധാനം നൽകും. ദൈവത്തിന് മുൻപിൽ സമാധാനത്തോടെ ജീവിക്കും. അടുത്തത് മൃദുലമായത്. ദൈവീയ ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവായതാണ്. ഒച്ച വയ്ക്കുന്നത് അല്ല, ബഹളമുണ്ടാക്കുന്നതല്ല, തർക്കിക്കുന്നത് അല്ല, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതല്ല. സൗമ്യമായതാണ്. എത്ര പേർക്ക് സൗമ്യതയോടെ സംസാരിക്കുവാൻ അറിയാം? നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സൗമ്യതയോടെ ഒരു കാര്യം പറഞ്ഞു നോക്കൂ. പറയുന്നേ. ഭാര്യയും ഭർത്താവും വീട്ടിൽ സൗമ്യതയോടാണോ സംസാരിക്കുന്നത്? നിലവിളിയും ഒച്ചയും. കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ ഒച്ചയുണ്ടാക്കുകയില്ല, ബഹളം വയ്ക്കില്ല. അവന്റെ ശബ്ദം മൃദുവായ ശബ്ദമാണ്. മൃദുവായി സംസാരിക്കുന്നതായ വാക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പതിയുന്നത് പോലെ കഠിനമായി സംസാരിക്കുന്ന വാക്ക് പതിയില്ല. നിങ്ങളൊരു പന്തെടുത്തിട്ട് ഭിത്തിയിൽ വലിച്ച് എറിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കൂ. എന്താണ് സംഭവിക്കുന്നത്? എതിരായി നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിൽ തന്നെ വന്ന് അടിക്കാനിടയാകും. ചാണകം കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുണ്ടാക്കുന്ന സമയത്ത് കയ്യിലെടുത്ത് ഇങ്ങനെ കറക്കും. നല്ലവണ്ണം അവർ കറക്കിയെടുക്കുന്നത് കാണാം. ഇങ്ങനെ കറക്കിയെടുത്ത് ലഡു പോലെ ഉണ്ടാക്കിയിട്ട് ഒറ്റയേറണം, ടക്കെന്ന് പോയി അവിടെ പറ്റിയിരിക്കും. അതുപോലെ അത് ഭിത്തിയിൽ പോയി പറ്റിയിരിക്കുന്നത് കാണാം. അത് തെറിച്ചു വന്നിട്ട് പിന്നെ നമ്മുടെ മുഖത്ത് വീഴാൻ ഇടയാകില്ല. നമ്മുടെ വാക്കുകളും അതുപോലെ ഹൃദയത്തിൽ പതിയുന്ന രീതിയിലായിരിക്കണം. എന്തുകൊണ്ടാണ് അത് കയ്യിലെടുത്ത് ഇങ്ങനെ കറക്കുന്നതെന്ന് അറിയാമോ? അത് നല്ല ഉരുളകളായിട്ട് തയ്യാറാക്കിയില്ലെങ്കിൽ അത് ചിതറിപ്പോകാനിടയാകും, അത് പൊട്ടിപ്പോകാനിടയാകും. ഒരുക്കിയെടുക്കുകയാണ്. ആദ്യം അതിനെ തയ്യാറാക്കിയെടുക്കും. തയ്യാറാക്കിയിട്ട് അതിനെ എറിയുമ്പോൾ അവിടെ ടക്കെന്ന് പറഞ്ഞ് പറ്റിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ ഒരുക്കമുള്ളതായിരിക്കണം. വായിൽ വരുന്നതെല്ലാം നാം സംസാരിക്കരുത്, അങ്ങനെ വിളിച്ചു പറയരുത്. അതെല്ലാം വൃഥാവായി തീരും. ഒരു കാര്യം നാം പറയുന്നതിന് മുൻപ് തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്. ഒരു കാര്യം സംസാരിക്കുന്നതിന് മുൻപ് 2 തവണ ആലോചിക്കണം. ഇത് ശരിയാണോ? ഈ കാര്യം പറയണമോ? ഈ വാക്കിൽ സത്യമുണ്ടോ? ഇതിപ്പോൾ തന്നെ പറയണമോ? ഈ കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുമോ എന്ന് മനസ്സിലാക്കി സംസാരിക്കാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് നൽകാനിടയാകും. കേൾക്കുക.
കേട്ടതിന് ശേഷം കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കൂ. എന്നാൽ ചിലർ കേൾക്കില്ല, കേൾക്കുകയേ ഇല്ല. ഒരാൾ വരാൻ അല്പം താമസിച്ചു പോയി. എന്താണ് താമസിച്ചത്? എനിക്കറിയാം, നീ കറങ്ങി നടന്നു, സിനിമയ്ക്ക് പോയി, കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നോ, മദ്യപിച്ച് നടന്നായിരിക്കും, എനിക്കറിയാം, എന്തെങ്കിലുമൊക്കെ നീ ചെയ്തിരിക്കാം എന്ന് പറയുമ്പോൾ, അതല്ല അച്ഛാ. എന്താണ് നീ അച്ഛാന്ന് പറയുന്നോ? അച്ഛൻ്റെ കാര്യങ്ങൾ എന്താണ് നീ സംസാരിക്കുന്നത്? കേൾക്കൂ. ആ മകന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കൂ. ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന്, ഭർത്താവിന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കൂ. ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. കേട്ടിട്ട് അതിന് മറുപടി പറയൂ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം മൃദുവായതാണ്, എളുപ്പത്തിൽ കീഴ്പ്പെടുന്നതും ആണ്. എളുപ്പത്തിൽ തിരിച്ചു സംസാരിക്കുന്നത് അല്ല, അനുസരിക്കുന്നതാണ്. മറുത്തു പറയുന്നത് ജ്ഞാനമല്ല. ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ അത് ചോദിക്കൂ എന്ന് പറയുമ്പോൾ, കർത്താവെ, കീഴ്പ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കൂ. അനുസരിക്കുവാൻ പഠിച്ചുകൊണ്ട് കുറവുകൾ നികത്താൻ ശ്രമിക്കുന്നതാണ് ജ്ഞാനം. അനുസരിക്കാതെ മറുതലിച്ച് വീണ്ടും പാപം ചെയ്യുന്നത്, അതുപോലെ വീണ്ടും തെറ്റുകൾ ചെയ്യുന്നത് ജ്ഞാനമല്ല. വേഗത്തിൽ കീഴ്പ്പെടുന്നത്, മനുഷ്യന് സ്വതവേ കീഴ്പ്പെടുന്ന ജ്ഞാനം ഇല്ല. നമ്മുടെ അധപ്പതിച്ച മനുഷ്യന്റെ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ മറുതലിക്കുന്ന ബുദ്ധിയാണ്, അനുസരണക്കേടിന്റെ. ഇതെങ്ങനെ മാറ്റണമെന്ന് അവർക്കറിയില്ല. ഇതിനുവേണ്ടി ക്ലാസ് അറ്റൻഡായി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ കൊച്ചു കുട്ടികളടക്കം പെട്ടെന്ന് മറുതലിക്കുന്നത് കാണാം, അനുസരണക്കേട് കാട്ടുന്നത് കാണാം. എന്നാൽ നാം എന്താണ് പഠിക്കേണ്ടത്? കീഴ്പ്പെടുവാൻ നാം പഠിക്കേണ്ടതാണ്. അനുസരിക്കുവാൻ പഠിക്കേണ്ടതിന് ദൈവത്തിന്റെ ഒരു കൃപ വേണം, ദൈവത്തിന്റെ ഒരു ജ്ഞാനം വേണം, ദൈവത്തിന്റെ ഒരു സഹായം നമുക്ക് വേണം. ഉയരത്തിൽ നിന്ന് വരുന്നതായ സ്വഭാവം, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ചതായ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരുകയുണ്ടായി. കണ്ടില്ലേ? ശരിയായ ജ്ഞാനം പഠിച്ചെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ളതാണ്. ജ്ഞാനമുള്ള വ്യക്തി, ഞാൻ ഇനിയും ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ബുദ്ധിഹീനനായവൻ, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ പറയണ്ട. നിങ്ങളും അങ്ങനെ ദിനംതോറും പറയുമോ നിങ്ങളുടെ വായിൽ നിന്ന്? എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാമതേ എന്ന് പറയുകയാണോ? നീ വലിയ ജ്ഞാനിയാണെന്നാണോ വിചാരിക്കുന്നത്? എല്ലാം അറിയാമെന്നാണോ വിചാരിക്കുന്നത്? എങ്കിലൊന്നും അറിയാത്ത വിഡ്ഢിയാണെന്നാണ്. എന്താണ് ജ്ഞാനം? വേഗത്തിൽ അനുസരിക്കുന്നതാണ്, കരുണയുള്ളതും സൽഫലം ഉള്ളതും ആകുന്നു. അഹംഭാവത്തോട് ആയിരിക്കുന്നത് ജ്ഞാനം അല്ല എന്ന് പറയുന്നു. ബൈബിൾ പറയുന്നു, ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ വായിക്കാൻ കഴിയും, കരുണയുള്ളവൾ തന്റെ വീടിനെ പണിയുന്നു. അനുസരണയുള്ള സ്ത്രീ തന്റെ ഭവനത്തെ പണിയുന്നു. മൃദുവായി സംസാരിക്കുന്ന സ്ത്രീ, സൗമ്യതയോടെ സംസാരിക്കുന്ന സ്ത്രീ തന്റെ ഭവനത്തെ പണിയുന്നു. സമാധാനം അന്വേഷിക്കുന്ന സ്ത്രീ തന്റെ കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നു. കണ്ടില്ലേ? എവിടെയാണോ ജ്ഞാനമുള്ളത് അവിടെ എപ്പോഴും സമാധാനമുണ്ട്, അവിടെ വിശുദ്ധിയുണ്ട്, അവിടെ സൗമ്യതയുണ്ട്, അവിടെ അനുസരണമുണ്ട്, അവിടെ കരുണയുണ്ട്, നല്ല ഫലം കൊണ്ട് നിറയപ്പെട്ടതാണ്. ജ്ഞാനം നിറച്ച് സൽഫലങ്ങളുണ്ടെന്ന് പറയുന്നു. നല്ല ഫലങ്ങൾ, ആത്മഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, അവസാനമായി ഇന്ദ്രിയ ജയവും. ജ്ഞാനം കാരണം ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജ്ഞാനം കാരണം ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജ്ഞാനം കാരണം ഈ ഫലങ്ങൾ കൊണ്ട്, ഈ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞവരായി നാം ആയിരിക്കും. നല്ല ഫലങ്ങൾ കായ്ക്കും, മാനസാന്തരത്തിനുള്ള ഫലങ്ങൾ കായ്ക്കുന്നവരായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നാം ജീവിക്കും. പിന്നെ നോക്കിയാൽ പക്ഷപാതമില്ലാത്തവരായി. എന്താണ് പക്ഷപാതം? അല്ല, പക്ഷപാതം എന്നാൽ എന്താണ്? നമ്മുടെ ആളാണോ? എങ്കിൽ പോട്ടെ. നമ്മുടെ ആളല്ലേ? മറ്റവനാണോ? എങ്കിൽ വിടരുത് അവനെ. നമ്മുടെ ആളല്ലെങ്കിൽ വേറൊരു ശിക്ഷ, നമ്മുടെ ആണെങ്കിൽ വേറെ ശിക്ഷ. എന്താണ്? നീ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, അവൻ തെറ്റ് ചെയ്താൽ അവൻ അനുഭവിക്കും. ഓരോ ചെറിയ കാര്യത്തിനും സ്വാർത്ഥതയോടുകൂടി സംസാരിക്കുന്നത്. എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ ദേശക്കാരൻ, എൻ്റെ ഭാഷക്കാരൻ, എൻ്റെ വംശക്കാരൻ. എന്താണിത്? പക്ഷപാതം. ആൺകുട്ടി ഉണ്ടായാൽ ഒരു രീതിയിൽ നോക്കും, പെൺകുട്ടി ഉണ്ടായാൽ ഒരു രീതിയിൽ നോക്കും ചില വീടുകളിൽ. എന്താണ്? ക്രിസ്തുവിന് മുൻപിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല.
യഹൂദനും യവനനും ജാതിയും എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. യേശുക്രിസ്തുവിന് യാതൊരു പക്ഷപാതവും ഇല്ല. ദൈവത്തിന് പക്ഷപാതമില്ല. ഈ അന്ത്യകാലത്ത് എല്ലാ വിശ്വാസികളും പക്ഷപാതമില്ലാത്തവരായിരിക്കണം. ഇത് ശരിയാണോ തെറ്റാണോ, ഇത് നീതിയാണോ അന്യായമാണോ അല്ലാതെ നമ്മുടേത് അവരുടേത്, നമ്മുടേത് അവരുടേത് എന്നുള്ള ചിന്ത വരല്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവത്തിന് ജ്ഞാനം വേണം. പക്ഷപാതമില്ലാത്തത്, അതിനുശേഷം കപടം ഇല്ലാത്തത്, അഭിനയിക്കുന്നവരെ പുറമേ ഒരു രീതിയിലും അകമേ മറ്റൊരു രീതിയിലും പ്രവർത്തിക്കുന്ന ആളുകളെ ദൈവം സഹിക്കുകയില്ല. കപട ഭക്തിക്കാരെ ദൈവം അവരെ സഹിക്കുകയില്ല. കപട ഭക്തിക്കാരായ പരീശന്മാരെ, വെള്ളിപ്പാത്രങ്ങളുടെ പുറം വൃത്തിയാക്കുന്ന നല്ലകം അഴുക്കു നിറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ? അവരെ ശാസിച്ചത് ഓർക്കുന്നുണ്ടോ? ഞാൻ വേദപുസ്തകം പരിശോധിച്ചപ്പോൾ മദ്യപാനികളോട്, വ്യഭിചാരികളോട്, കള്ളന്മാരോട്, ദുഷ്ടന്മാരോടെല്ലാം കർത്താവ് ക്ഷമിച്ചതായി കാണുന്നു. എന്നാൽ ഒരൊറ്റ കപടഭക്തിക്കാരന് മാനസാന്തരപ്പെട്ടതായി എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ വചനത്തിൽ. എന്തുകൊണ്ടെന്നാൽ കാപട്യം കാണിക്കുന്നവർ ദൈവത്തിന്റെ അടുക്കൽ ഒരു അനുഗ്രഹവും പ്രാപിക്കില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന് നീ അവന്റെ മുൻപിൽ എത്ര നാട്യങ്ങൾ നടത്തിയാലും നിന്റെ ജീവിതം അവന്റെ മുൻപിൽ നഗ്നമാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അതുകൊണ്ട് നീ വളരെ നാട്യങ്ങൾ കാണിക്കുന്നു, എന്നാൽ ദൈവം നിന്റെ ഹൃദയം നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവൻ നിന്നോട് കോപിക്കും. ദൈവത്തിന്റെ ജ്ഞാനത്തോടെ ആയിരിക്കുക എന്നാൽ ഉള്ളതുപോലെ ആയിരിക്കുന്നതാണ്. എപ്പോഴാണോ നാം ഇങ്ങനെയുള്ള ജ്ഞാനത്താൽ നിറയപ്പെടുന്നത്, ഇങ്ങനെയുള്ള ജ്ഞാനത്താൽ ഒരു മനുഷ്യൻ നിറയപ്പെട്ടാൽ പിന്നെ അവനൊന്നും പേടിക്കേണ്ട. ഇങ്ങനെയുള്ള ജ്ഞാനത്താൽ നിറയപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും, അവന് അഭിവൃദ്ധിയുണ്ടാകും, അവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. അവൻ ദൈവം പറയുന്നത് പോലെ തലയല്ലാതെ ഒരിക്കലും വാല് ആകില്ല. കർത്താവേ, ഇങ്ങനെയുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, അതുപോലെ ഇങ്ങനെയുള്ള ജ്ഞാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 1:5 നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, എന്നാൽ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. നിങ്ങളിൽ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താണ്? ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഗൂഗിളിൽ ചെല്ലുവാൻ വേണ്ടി അവിടെ പറയുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ അവന് ദൈവം തീർച്ചയായും അവന് കൊടുക്കും. അവൻ എല്ലാവർക്കും ഔദാര്യമായി, ആരുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങിക്കാതെ. പഠിപ്പിക്കണമെങ്കിൽ ഫീസ് വേണമല്ലോ ഈ കാലത്ത്. പിന്നെ ട്യൂഷൻ ടീച്ചറെ വെച്ചാൽ മണിക്കൂർ കണക്കിന് അതിനും വേറെ ഫീസാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് 10 പൈസ പോലും വാങ്ങിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി, എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുവാൻ കഴിയുന്ന, ഒരു വ്യക്തിയോടും അപേക്ഷിക്കാതെ യാചിക്കാതെ അവരെ പുറത്താക്കുമോ? ഇല്ല. നീ കുറച്ച് ഫീസ് കെട്ടിയോളൂ, നിനക്ക് കുറച്ച് ക്ലാസ്സേ നൽകൂ. നീ കൂടുതൽ ഫീസ് കെട്ടിയോണ്ട് നിനക്ക് കൂടുതൽ ക്ലാസ് നൽകാം. അങ്ങനെയാണോ? ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ഔദാര്യമായി, ധാരാളമായി നൽകുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഔദാര്യമായി നൽകുന്ന ദൈവമാണ്. ഔദാര്യമുള്ള ഹൃദയമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ധാരാളം സമ്പത്തുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഒരുപാട് ധനമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. എന്നോട് യാചിക്കൂ, എന്നോട് ചോദിക്കൂ, എന്നോട് അപേക്ഷിക്കൂ, എന്നിൽ വിശ്വസിക്കൂ, എന്റെ മേൽ വിശ്വാസം വയ്ക്കൂ. എങ്കിൽ ഒരു സംശയം കൂടാതെ നിങ്ങൾ ചോദിച്ചാൽ, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചോദിക്കൂ. വിശ്വാസത്തോടുകൂടി ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകും. എന്റെ ദൈവം വലിയവനാണ്, ആ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. വിശ്വാസത്തോടുകൂടി ചോദിച്ചാൽ ലഭിക്കുമെന്നാൽ സംശയിക്കുന്നവൻ കാറ്റടിച്ച് ആടി ഉലയുന്നതായ തിരമാലകളെ പോലെ ആകുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ ഇരുമനസ്സുള്ളവനായി തന്റെ സകല കാര്യങ്ങളിലും അസ്ഥിരനാകുന്നു. അതുകൊണ്ട് കർത്താവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒന്നും നടക്കില്ല. കർത്താവിന്റെ അടുക്കൽ വന്ന ഓരോ വ്യക്തികളോടും പറഞ്ഞ വാക്കാണത്, നിന്റെ വിശ്വാസം നിന്നെ
രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം കാരണം നിനക്ക് ക്ഷമ ലഭിച്ചു. നിന്റെ വിശ്വാസം കാരണം നീ സമാധാനമുള്ളവനായി പോകൂ. അതാണ് ദൈവം പറയുന്ന വാക്ക്. ഈ ദിവസം നാം അവനിൽ വിശ്വാസം വയ്ക്കൂ. ജ്ഞാനം വേണമെങ്കിൽ എന്തു വേണമെങ്കിലും യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങളുടെ സന്തോഷം സമ്പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. എന്തായാലും ശരി, ഏത് വിഷയമായാലും ശരി, ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഏത് പരിസ്ഥിതിയിലൂടെ നാം പോയാലും ശരി, ഏത് പ്രശ്നങ്ങളോട് നാം കടന്നുപോയാലും ശരി, കർത്താവ് ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയില്ല, നീ എന്നോട് സംസാരിക്കണമേ. ഞാൻ ഏത് വഴിയിൽ കൂടി പോകണമെന്ന് നീ എന്നോട് സംസാരിക്കണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചിലർ? അമ്മേ, കർത്താവേ രക്ഷപ്പെട്ടു. ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഏത് കാര്യമാണെങ്കിലും ശരി, സകല ജ്ഞാനവും അവൻ നൽകാൻ കഴിയുന്നവനാണ്. ലോകത്തിൽ ഓരോ പ്രശ്നമുണ്ട്. ഓരോ ദിവസവും അതതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ വചനം പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ആർക്കാണ് നഷ്ടം? ആർക്ക് നഷ്ടം? ഇലയ്ക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. അതാണ് നാം എങ്ങനെയൊക്കെ ഇടപെട്ടിട്ട് ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നാം എങ്ങനെയായിരിക്കണം, നാം എങ്ങനെ ഇടപെടണം, ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയണം, എങ്ങനെ നാം പെരുമാറണം, എങ്ങനെ വിശുദ്ധിയോടെ നമുക്ക് ആയിരിക്കാൻ കഴിയണം, എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ കഴിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒന്നും സംസാരിക്കാൻ നിങ്ങൾക്കറിയില്ല എങ്കിലും നിങ്ങളുടെ ജീവിതം അവനെ സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ആ സമയത്ത് നീ എന്താണ് സംസാരിക്കേണ്ടത്, ആ വാക്ക് നിന്നെ കൊണ്ട് പറയിക്കുവാൻ ദൈവം സഹായിക്കും. ആ സമയത്ത് നീ എന്തായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ആ സാഹചര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ടവൻ, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം, പരിശുദ്ധാത്മാവിൽ കൂടി ലഭിക്കുന്നതായ പരിജ്ഞാനം. ഒരു ജ്ഞാനമുണ്ട്, പരിജ്ഞാനം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എങ്ങനെ പോകണം എന്ന് മനസ്സിലാക്കി തരുന്ന ജ്ഞാനം ദൈവം നൽകും. ഈ ജ്ഞാനം നമുക്ക്, നമ്മുടെ മക്കൾക്ക്, എല്ലാ വ്യക്തികൾക്കും ദൈവം നൽകുമാറാകട്ടെ. എഴുന്നേറ്റ് നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും നീ ഒന്ന് നോക്കണമേ. എത്രയോ തവണ പണവിഷയത്തില് ജ്ഞാനമില്ലാത്തവരായി ഞങ്ങളുടെ എത്രയോ പണങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനമില്ലാത്തവരായി പണം ചിലവഴിച്ച്, ദൂർത്തായി ചിലവഴിച്ചിട്ട് ഒരുപാട് കടഭാരത്തിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അജ്ഞാനമായ എല്ലാ സ്വഭാവത്തിൽ നിന്നും ഞങ്ങളെ നീ വിടുവിക്കുമാറാകണമേ. അനുസരണക്കേടിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കീഴ്പ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. താഴ്മയുള്ള സ്വഭാവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. മൃദുവായ സംസാരം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. സൗമ്യത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകണമേ. കഠിന ഹൃദയം ഞങ്ങളിൽ വരാതിരിക്കാൻ സഹായിക്കണമേ. പിതാവെ, സ്നേഹത്താൽ നിറഞ്ഞവരായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, പവിത്രത ഞങ്ങൾക്ക് നൽകണമേ. കീഴ്പ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവ്, വിശ്വാസം ഞങ്ങളിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കാപട്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. പക്ഷപാതം കാണിക്കാത്തവരായി ഞങ്ങളെ നിർത്തണമേ. കരുണയുള്ളവരായി ഞങ്ങളെ തീർക്കുമാറാകണമേ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെ സമൃദ്ധിയായി നൽകണമെന്ന് ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ജ്ഞാനമുള്ള എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ വീടിനെ പണിയുവാൻ നീ സഹായിക്കുമാറാകണമേ. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ